രണ്ട് സീറ്റിന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായ പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ഇക്കുറി ഭരണത്തിലേറാനുള്ള പോരാട്ടത്തിലാണ് ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തിൽ ബി.ജെ.പി. ഒന്നാമതെത്തിയിരുന്നു. 35 വർഷമായി പഞ്ചായത്ത് ഭരിക്കുന്ന CPM ഭരണ തുടർച്ച ലഭിക്കുമെന്ന കണക്കുകൂട്ടലില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ബി.ജെ.പിക്ക് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച പഞ്ചായത്താണ് അകത്തേത്തറ. രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ശതമാനത്തിൽ ബി.ജെ.പി. ഒന്നാമതെത്തിയപ്പോൾ CPM രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്തിൽ ബി.ജെ.പി. നേരിടുന്നത്. ഇത്തവണ ഭരണം ഉറപ്പാണെന്ന് ബി.ജെ.പി. പറയുന്നു. അകത്തേത്തറ പഞ്ചായത്ത് CPM-ന്റെ കുത്തഴിഞ്ഞ ഭരണത്തിലാണ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പി. ഇവിടെ ഫസ്റ്റ് വരികയും പിന്നെ നിലവിൽ 5 സീറ്റുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണം നിസ്സാര വോട്ടുകൾക്കാണ് 3 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു ബി.ജെ.പിക്ക്. ഇതിൽ ബി.ജെ.പി. ഇപ്രാവശ്യം നമ്മൾ ഭരണം പിടിച്ചെടുക്കും എന്നുള്ളതിലേക്ക് ആത്മവിശ്വാസത്തിൽ പോയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ, പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പുറമെ CPM നിയന്ത്രണത്തിലുള്ള പീപ്പിൾ സർവീസ് സൊസൈറ്റിയിൽ CPM നേതാവ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതും UDF നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ അഴിമതി മൂലം ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ബി.ജെ.പിയുടെ പ്രചരണ വിഷയമാണ്. അതേസമയം പഞ്ചായത്തിൽ തുടർ ഭരണം ലഭിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതിൻ്റെ ഇരട്ടി സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഉജ്ജ്വലമായ വിജയം അകത്തേത്തറ പഞ്ചായത്തിൽ കരസ്ഥമാക്കും. നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ UDFും മത്സരരംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വാശിയേറിയ മത്സരമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ജനം, പാലക്കാട്.